ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാലം ആത്മപരിശോധനയുടെയും ദൈവസന്നിധി നമ്മുടെ ജീവിതം തിരിച്ചറിയുന്നതിന്റെയും കാലഘട്ടമാണ്. നോമ്പിന്റെ 14-ാം ദിനത്തിൽ സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം അളക്കപ്പെടുവാനാവാത്ത ദാനം എന്നതാണ്. ദ ഇമ്മെഷറബിൾ ഗിഫ്റ്റ്. ഇതിനെ ആധാരമാക്കി ഏവങ്കേലിയൻ ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. ദൈവത്തിന്റെ കൃപയും സ്നേഹവും അളക്കപ്പെടുവാൻ കഴിയാത്തവയാണ്. അതിനെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുവാനല്ല, മറിച്ച് പങ്കിടുവാനും പ്രാപ്തമാക്കുവാനുമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും നാം മറ്റുള്ളവർക്കൊപ്പം പങ്കുവെക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ മൂല്യം വെളിപ്പെടുന്നത്. വിളക്ക് കത്തിച്ച് മറച്ചു വെക്കുമ്പോഴല്ല, അതെല്ലാവർക്കും പ്രകാശമാകും വിധം ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് അത് പ്രയോജനകരമായി തീരുന്നത്. അതുപോലെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും അനുഗ്രഹങ്ങളും നാം മറ്റുള്ളവർക്കും പ്രയോജനമാകും വിധം അത് ഉപയോഗിക്കുമ്പോഴാണ് അത് ഫലപ്രദമായി തീരുന്നത്. ഈ നോമ്പിലൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രചോദനവും നൽകുന്ന വെളിച്ചമായി പ്രകാശിക്കുവാൻ സാധിക്കട്ടെ. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഒരു ഉത്തരവാദിത്തമാണ്. അതിനെ മറച്ചു വെക്കാതെ വിശ്വാസത്തോടെ ലോകത്തിന് പ്രത്യക്ഷമാക്കുമ്പോഴാണ് അത് സഫലമായി തീരുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ വെളിച്ചമായി മാറ്റുക എന്നത് ഒരു ദൈവവിളിയാണ്. ഈ പ്രത്യാശയിലൂടെയാണ് നോമ്പ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾ തിരിച്ചറിയുന്നതിനും അവ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ആത്മാർത്ഥതയോടെ ഉപയോഗിക്കുവാനും ഈ നോമ്പിലൂടെ സാധ്യമായി തീരട്ടെ. വിശ്വാസത്തിൽ ബലപ്പെടുവാനും രക്ഷയുടെ പ്രത്യാശയിൽ വളരുവാനും ഈ നോമ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.